നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള കാര്യം വയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിലെ പുത്തനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്തുകളാണ്, സർവ്വ ബിദ്അത്തുകളും വഴികേടുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെയൊക്കെയല്ലേ ബറാത്ത് രാവ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്, അന്നൊരു പ്രത്യേക നിസ്കാരമുണ്ട്, അന്ന് പ്രത്യേകമായി ചക്കരച്ചോറ് വെക്കുന്ന മധുരപലഹാരം ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്, അന്ന് പ്രത്യേകമായി മരണപ്പെട്ടവരുടെ പേരിൽ വീട്ടിലുള്ള കുടുംബങ്ങളുടെ പേരിലൊക്കെ മെമ്പർമാരുടെ തലയെണ്ണിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി 3 യാസീൻ ഓതുന്ന പരിപാടിയുണ്ട്, സൂറത്ത് ദുഖാൻ ഇശാ മഗ്രിബിന്റെ ഇടയ്ക്ക് ചൊല്ലുന്ന പരിപാടിയുണ്ട്, 100 റക്അത്ത് നിസ്കാരം രാത്രിയുണ്ട്, പകലിൽ ബറാത്ത് നോമ്പെന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ഒരു നോമ്പുണ്ട് എന്നൊക്കെ സമൂഹത്തിൽ പലരും ആദരിച്ചു പോരുന്നുണ്ട്. പാപ്പ അങ്ങനെ ഉണ്ടായില്ലേ, ഉമ്മാം അങ്ങനെ ചെയ്തതല്ലേ, പാരമ്പര്യമായിട്ട് നാട്ടിലുള്ളതല്ലേ, ആൾക്കാരിങ്ങനെ ബറാത്തരാവോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങാടി കൂടി നടക്കലുണ്ട്, പള്ളി കയറലുണ്ട്, അതൊക്കെ പാരമ്പര്യമല്ലേ എന്നൊന്നും പറഞ്ഞ് പാരമ്പര്യത്തെക്കാൾ പാപ്പമാരുടെ കാക്കകാരണവന്മാരുടെ പ്രവർത്തനത്തെക്കാൾ നാം മുന്തിക്കേണ്ടത് നന്മയ്ക്കാണ്, തെളിവുകൾക്കാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മുന്തിയ ചര്യ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. അവിടുന്ന് ബറാത്ത് രാവെന്ന പേരിൽ ഒരു പ്രത്യേകമായ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, ബറാത്ത് നോമ്പെന്ന പേരിൽ ഒരു നോമ്പെടുത്തിട്ടില്ല, അതിനുവേണ്ടി ഒരു പ്രത്യേകമായി യാസീൻ ഓതിയിട്ടില്ല, അതിനുവേണ്ടി മധുരപലഹാരമുണ്ടായി ില്ല, അതിനുവേണ്ട പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തിനേക്കാളും സ്നേഹിക്കപ്പെടേണ്ടത് അവിടുത്തെ ചര്യകളാണ്. അതാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഹത്താ കൂന ഹബ്ബ ഇലൈഹി, ഒരുവനിലേക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വരെ, മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വവൽദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, എല്ലാവരെക്കാളും പാപ്പമാരായിട്ട് ചെയ്തു പോരുന്ന കാര്യമാണ്. അതിനിപ്പോ വീട്ടിൽ നിർത്താൻ പാടില്ല എന്നല്ല ചിന്തിക്കേണ്ടത്, അവരെക്കാൾ നീ സ്നേഹിക്കേണ്ടത്, അവരെക്കാൾ നീ ബഹുമാനിക്കേണ്ടത്, അവരെക്കാൾ അനുസരിക്കപ്പെടേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ചര്യകളിലേക്ക് മടങ്ങുക, അതല്ലാത്ത മുഴുവൻ അനാചാരങ്ങളോടും വിട പറയുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്. ഇപ്പൊ 15 ശഅബാൻ 15 നോമ്പെടുത്ത് ഈ അടുത്ത 15 വെള്ളിയാഴ്ച വരുന്നത്, ആരും അന്ന് നോമ്പെടുക്കണ്ട. അതേ അവസരത്തിൽ 13-നും 14-നും 15-നും നോമ്പെടുക്കാറുണ്ടോ? എല്ലാ അറബി മാസവും അങ്ങനെ സുന്നത്തുണ്ടല്ലോ, മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ നോമ്പെടുത്ത് വരുന്നുണ്ട്, ശഅബാനിൽ നോമ്പ് കൂടുതൽ വർദ്ധിപ്പിക്കാമെന്ന നിലക്ക് എടുക്കുന്നതാണോ? അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ 15-നൊരു പ്രത്യേകതയുണ്ട് എന്ന നിലക്ക് നോമ്പെടുക്കുമ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളിൽ നിന്ന് പുറത്താകും. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കുക, ഇസ്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന മതമാണ്. അതനുസരിച്ച് ജീവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്നതിലാണ് പരലോക ഗുണമുള്ളവർക്കാണ് സ്വർഗം. ആ സ്വർഗം നേടുന്ന നല്ലവരിൽ നാം ഉൾപ്പെടുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സുന്നത്തുകളെ അനുഗമിക്കുന്ന, ബിദ്അത്തുകളോട് വിട പറയുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.